ഇത്തഖുല്ലാഹ ഇബാദത്ത് ഉസികും വഇയ്യായ അവ്വലൻ ബിതഖ്വ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ ചര്യകളും ജീവിതവും ജീവിതത്തിന്റെ ചിട്ടയുമല്ല മറ്റെവിടെയും കാണാൻ കഴിയാത്ത, മറ്റാർക്കും അവലംബിക്കാൻ കഴിയാത്ത, മറ്റാർക്കും അവതരിപ്പിക്കാൻ പോലും സാധ്യമല്ലാത്ത ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ആ മാതൃക ഏത് സാഹചര്യത്തിലും ഏതേത് കാലഘട്ടത്തിലും നിലനിൽക്കുന്നതും സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എടുത്തുയർത്തപ്പെടുന്നതുമാണ് എന്നുള്ളത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തിയ വസ്തുതയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ കുടുംബ മേഖലയിലായാലും സാമൂഹികമായ നമ്മുടെ ഇടപെടലുകളിലും സാമ്പത്തികമായ മേഖലകളിലും അങ്ങനെ ഏത് മേഖലയിൽ എടുത്താലും ഇസ്ലാമിക വ്യക്തിത്വം എന്നുള്ളത്, ഇസ്ലാമിക ജീവിത രീതി എന്നുള്ളത് എന്നും അതിന് സമൂഹത്തിൽ സ്ഥാനങ്ങളുണ്ട്, മാനങ്ങളുണ്ട് എന്നുള്ളത്. കാരണം മുസ്ലിമീങ്ങൾ മാതൃകയാക്കിയിട്ടുള്ളത് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതമാണ്. ആ റസൂലിന്റെ ജീവിതം മറ്റെന്തിനേക്കാളും മികച്ചതും മറ്റെന്ത് ആശയങ്ങളെക്കാളും ഏത് കാലഘട്ടത്തിലേക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും, ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് സാമൂഹികമായ വ്യതിയാനങ്ങൾ വന്നാലും ആ കാലഘട്ടത്തിലെല്ലാം അതിന് നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അതൊരു മനുഷ്യനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതോ ഒരു മനുഷ്യന്റെ മാത്രം ആശയമോ അല്ല, മറിച്ച് അള്ളാന്റെ റസൂലിന്റെ ജീവിതം, അള്ളാന്റെ റസൂലിന്റെ ചര്യകൾ, അള്ളാന്റെ റസൂലിന്റെ പെരുമാറ്റങ്ങൾ, ഇതൊന്നും അള്ളാന്റെ റസൂലിന്റെ മാത്രം ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നില്ല എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. മറിച്ച് അള്ളാന്റെ റസൂലിന്റെ സംസാരങ്ങളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, പെരുമാറ്റങ്ങളായിക്കൊള്ളട്ടെ, എന്തും അത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്ന് ഹദീസുകളുടെയും ഖുർആനുകളുടെയും ചരിത്രങ്ങളുടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ റസൂലിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ എങ്ങനെയായിരുന്നു, എന്താണ് അള്ളാന്റെ റസൂൽ എന്ന് ചോദിച്ചതിന് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം 2 വാക്കിൽ മറുപടി പറഞ്ഞത്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ മിനൻ നാസ്, അള്ളാന്റെ റസൂല് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാരവാനായിരുന്നു അള്ളാന്റെ റസൂൽ. അള്ളാന്റെ റസൂലിനെ പോലെ ഉദാരവാനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ചെറുപ്പ കാലഘട്ടം മുതൽ, ആ സ്വഹാബി പിറന്നു വീണ കാലഘട്ടം മുതൽ, ആ സ്വഹാബിക്ക് എന്നാണ് ബുദ്ധിയും വിവേകവും വന്നത്, ആ കാലഘട്ടം മുതൽ റസൂലിന്റെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം കണ്ട് ബോധ്യപ്പെട്ടാണ് ആ സ്വഹാബി പറഞ്ഞത്, അള്ളാന്റെ റസൂലിനെ പോലെ അത്രമാത്രം ഉദാരവാനായ ഒരു മനുഷ്യനെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നാൽ, എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് എന്ത് കാര്യമാണെങ്കിലും ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഫഖാല, അള്ളാന്റെ റസൂൽ ഒരിക്കൽ പോലും ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യനെ തിരിച്ചയച്ചിട്ടില്ല എന്നതാണ്. അതായത് അള്ളാന്റെ റസൂലിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന അള്ളാന്റെ റസൂലിനെ എങ്ങനെ സഹായിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വേവലാതികളും ആവലാതികളുമായിട്ട് അള്ളാന്റെ റസൂലിന് മുന്നിൽ കടന്നു വന്ന ഓരോ മനുഷ്യനെയും അള്ളാന്റെ റസൂൽ സഹായിച്ചിട്ടുണ്ട്. ചില സമയങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കൈകളിൽ ഒന്നുമില്ലാത്ത ഘട്ടങ്ങളിൽ, ഒന്നുമില്ലാത്ത വേളകളിൽ ചില ആൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് സഹായം ചോദിച്ചു വന്നു. ഒരിക്കൽ സ്വഹാബി, യാത്രക്കാരനായ സ്വഹാബി വന്നു, അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ എനിക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, വസ്ത്രമില്ല, താമസിക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ ആവലാതി പറഞ്ഞ ഒരു മനുഷ്യനെ അള്ളാന്റെ റസൂൽ ഓരോ വീടുകളിലേക്കും പറഞ്ഞയച്ചു, ഈ അതിഥിയെ സ്വീകരിക്കാൻ എന്തുണ്ട് എന്ന്.
ഓരോ വീട്ടിൽ നിന്നും വന്ന മറുപടി പച്ച വെള്ളമല്ലാതെ ആ സ്വഹാബിയെ, ആ മനുഷ്യനെ സ്വീകരിക്കാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയെ തിരിച്ചുവിട്ടിട്ടില്ല, ആ മനുഷ്യനെ തിരിച്ചുവിട്ടിട്ടില്ല. മറിച്ച് തന്റെ സ്വഹാബാക്കളോട് ചോദിച്ചു, എന്റെ ഈ അതിഥിയെ സ്വീകരിക്കാൻ ആരുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു വന്നു. ആ സ്വഹാബാക്കൾക്കിടയിൽ നിന്ന് അൻസാരിയായ റസൂൽ ഒരു സ്വഹാബി എണീറ്റ് നിന്ന് പറഞ്ഞു, അനയാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആ സ്വഹാബി ആ മനുഷ്യനെ കൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൽ തന്റെ മക്കൾക്ക്, തന്റെ പിഞ്ചോമന മക്കൾക്ക് ആ രാത്രിയിൽ ഭക്ഷിക്കുവാനുള്ള, വിശപ്പടക്കുവാനുള്ള ഒരല്പം ഭക്ഷണം മാത്രമാണ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. ആ ഭാര്യയും ഭർത്താവും ആ സ്വഹാബി വനിതയും ആ മക്കളെ ഉറക്കി കിടത്തി. ആ വിരുന്നുകാരനെ, ആ അതിഥിയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിരുന്നുകാരനെ അവർ സൽക്കരിച്ചു വന്ന ആ സ്വഹാബി വിരുന്നുകാരന്റെ കൂടെ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു. വിളക്കിന്റെ വെളിച്ചം അണച്ചുകൊണ്ട് തന്റെ പാത്രവും ഇളക്കിക്കൊണ്ട് താനും ഭക്ഷിക്കുന്നുണ്ട്, തങ്ങൾ ദരിദ്രരല്ല എന്ന് ബോധ്യപ്പെടുത്തിയെന്ന തൊട്ടടുത്ത ദിവസം ആ മനുഷ്യൻ റസൂലിന്റെ വസതിയിലേക്ക്, റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അല്ലാഹ് നിങ്ങളുടെ പ്രവർത്തനം കണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കണ്ട് അള്ളാഹു അത്ഭുതപ്പെട്ടു പോയിരിക്കുന്നു, അള്ളാഹു ആശ്ചര്യപ്പെട്ടു പോയിരിക്കുന്നു. അതല്ല എങ്കിൽ അള്ളാഹു ചിരിച്ചിരിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതായത് ആ മനുഷ്യന്റെ പ്രവർത്തനം അള്ളാഹിന്റെ റസൂലിൽ നിന്ന് കണ്ടുപഠിച്ച ആ ഉദാരത കൊണ്ട് അള്ളാഹുവിനെ പോലും ആ മനുഷ്യന്റെ പ്രവർത്തനം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ റസൂലിനെ പോലെ ഉദാരമായിട്ടുള്ള ആളുകളെ അള്ളാഹു അത്രമാത്രം പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിന്റെ ഒരു വചനം ഉദ്ധരിക്കപ്പെട്ടത്, അവരുടെ സ്വന്തം ശരീരത്തോട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകി, അതിന് പ്രാധാന്യം നൽകി സ്വന്തം ആവശ്യങ്ങളെ മാറ്റി നിർത്തുന്ന ആളുകളാണ് എന്ന് അൻസ്വാറുകളായ മുഴുവൻ സ്വഹാബാക്കളെയും പ്രശംസിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ആ വചനം ഇറക്കപ്പെട്ടത്. അത് ഈ ഒരു സംഭവത്തെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടല്ല, മറിച്ച് മക്ക വിട്ട് മദീനയിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ മുഹാജിറുകളെയും സ്വന്തം കുടുംബത്തിലേക്ക് സ്വീകരിച്ച ആളുകളാണ് അൻസ്വാറുകൾ. അവരുടെ ആ പ്രവർത്തനത്തെ കൂടി പ്രശംസിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം ഇറക്കപ്പെട്ടത് എന്ന് തഫ്സീറുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ധനം ചെലവഴിക്കണം, സമ്പത്ത് ചെലവഴിക്കണം. അള്ളാഹു നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതെല്ലാം ചെലവഴിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളെ പരിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഒരു ഉപമയായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളെ അള്ളാഹ് ഉപമിച്ചിരിക്കുന്നത് കമസലി ഹബ്ബ, ഒരു ധാന്യമണിയോടാണ് ആ മനുഷ്യനെ അള്ളാഹ് ഉപമിക്കുന്നത്. അംബതത് സബ്അ സനാബില, ആ ഒരൊറ്റ ധാന്യമണി 7 കതിരുകളെ ഉണ്ടാക്കിയെടുക്കുമെന്ന, ഒരൊറ്റ ധാന്യമണി 7 കതിരുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഫീ കുല്ലി സുംബുലത്തിൻ മിഅത ഹബ്ബ, അങ്ങനെയുള്ള ഓരോ കതിരുകളിലും 100 കണക്കിന് പുതിയ പുതിയ ധാന്യമണികൾ കുതിർത്തു വരുമെന്നാണ്. ആ രൂപത്തിൽ അള്ളാന്റെ മാർഗത്തിൽ ആരാണോ ധനം ചെലവഴിക്കുന്നത്, ഒരു നാണയം ചെലവഴിച്ചാൽ അതിനെ 7 ആക്കും, അതിനെ വീണ്ടും 100 കണ്ട് ഗുണിക്കുന്ന 100 ഇരട്ടിയാക്കി മാറ്റുന്ന രൂപത്തിൽ മനുഷ്യൻ ചെലവഴിക്കുന്ന, വിശ്വാസികൾ ചെലവഴിക്കുന്ന ഓരോ നാണയ തുട്ടുകളെയും അള്ളാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇരട്ടികളാക്കി വർദ്ധിപ്പിക്കുമെന്ന്, ഏറ്റവും ചുരുങ്ങിയത് ഈ രൂപത്തിലേക്ക് അള്ളാഹ് എത്തിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ എത്ര ഇരട്ടികളാക്കി കിട്ടും അള്ളാഹ് അതിനെ ഉയർത്തുമെന്ന, വലുതാക്കുമെന്ന, വ്യാപിക്കുമെന്ന. അള്ളാഹ് വിശാല ഹൃദയനാണ്, അള്ളാഹ് വിശാലനാണ്, അള്ളാഹ് എല്ലാത്തിനെ കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും, ഓരോ നാണയത്തിനും, ഓരോ സമ്പത്തിനും അത്രമേൽ പ്രാധാന്യം അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാ. നമ്മൾ എത്ര നിസ്സാരമായി കണ്ടാലും, നമ്മൾ എത്ര വില കുറച്ച് കണ്ടാലും അള്ളാഹ് അതിനെ വില കുറച്ച് കാണുകയില്ല, അള്ളാഹ് അതിനെ നിസ്സാരമാക്കുകയില്ല. മറിച്ച് അള്ളാഹ് അതിനെ ഇരട്ടികളാക്കിക്കൊണ്ട് പരലോകത്ത് ആ മനുഷ്യന് കൊടുക്കുമെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നത് ലാ യൻഖുസു മാലും മിൻ സദഖ, സമ്പത്തിൽ നിന്ന് സദഖ, ദാനധർമ്മം ഒന്നും കുറയുകയില്ല എന്നുള്ളതാ. ഫതസദ്ദഖു, അതുകൊണ്ട് നിങ്ങൾ ദാനധർമ്മം ചെയ്യണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് സമ്പത്ത് കൈയൊടുങ്ങി നൽകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖ്റ,
പക്ഷേ ശൈത്താൻ പിശാച് നിങ്ങളെ കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുമെന്ന, നിങ്ങൾ എന്ത് ചെലവഴിക്കാൻ തീരുമാനിച്ചാലും എന്ത് ചെലവഴിക്കാൻ മുന്നിട്ടിറങ്ങിയാലും പിശാച് നിങ്ങളുടെ പിന്നാലെ വരുമെന്ന, പിശാച് നിങ്ങളെ പിടികൂടുമെന്ന, ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് നിങ്ങൾക്ക് സമ്പത്തില്ലാതാകുന്ന അവസ്ഥയെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള രൂപത്തിലുള്ള ചിന്താഗതി മനുഷ്യന്റെ മനസ്സുകളിലേക്ക് പിശാച് കൊണ്ടുവരുമെന്ന ആ രൂപത്തിൽ മനുഷ്യനെ സ്വതക്കയിൽ നിന്ന് ദാനധർമ്മത്തിൽ നിന്ന് പിശാച് മനുഷ്യനെ പിന്തിരിപ്പിക്കുമെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു റസൂൽ പറയുന്ന കാര്യം ഒരു മനുഷ്യന്റെയും ധനത്തിൽ നിന്ന് സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെയും ധനം കുറഞ്ഞു പോവുകയില്ല, ഇല്ലാതായി പോവുകയില്ല എന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹ് പല രൂപങ്ങളിലായിക്കൊണ്ട് പല വിധത്തിലായിക്കൊണ്ട് അവർക്ക് സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കുമെന്ന അത് അല്ലാഹ് നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. അല്ലാഹുവിന്റെ റസൂലിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അത് മാത്രമല്ല, ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് എല്ലാ ദിവസങ്ങളിലും ഓരോ ദിവസവും പ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന ആ 2 മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിനോട് ആ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന ആദ്യത്തെ മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ആയിത് മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഈ മനുഷ്യന് അവന് നീ പകരം നൽകണമേ. അവൻ എന്താണോ ചെലവഴിച്ചത് അതല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമുള്ളതോ ആ മനുഷ്യന് റബ്ബേ നീ പകരം നൽകണം. രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ആയിത് അല്ലാഹുവേ ആരാണോ ധനത്തെ കെട്ടിപ്പിടിച്ചു വെക്കുന്നവൻ, ആരാണോ അല്ലാഹുവിന്റെ മാർഗത്തിൽ പാവങ്ങൾക്ക് ധനത്തെ നൽകാതെ അതിനെ പിടിച്ചു വെക്കുന്ന പിശുക്ക് കാണിക്കുന്ന ആളുകൾ ആരാണ് റബ്ബേ, അവർക്ക് നീ നാശം വരുത്തണേ എന്ന് ആ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന മലക്കുകളുടെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന മലക്കുകളാണ്. ആ മലക്കുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് അള്ളയാണ്. ആ മനുഷ്യന് നാശം വരണമെന്നുള്ളത് അല്ലാഹുവിന്റെ ഉദ്ദേശമാണ്. അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങൾക്ക് മാറ്റം വരികയില്ല. അതുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കാതെ, പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാതെ, പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം നൽകാതെ, സമ്പത്ത് നൽകാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ധനം ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ, പാവപ്പെട്ട മനുഷ്യരെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അല്ലാഹ് മാറ്റും. ആ മനുഷ്യന് പരലോകത്ത് വരാനിരിക്കുന്ന എത്രയോ വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ അല്ലാഹ് മാറ്റി കൊടുക്കുമെന്ന അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു റസൂൽ പറഞ്ഞു, അസ്സൗമു ജുന്ന, നീ നോക്കുന്ന നോമ്പുകൾ, നീ നോക്കുന്ന ഓരോ സുന്നത്ത് നോമ്പുകളും അത് നിനക്കുള്ള പരിചയാണ്. തിന്മയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്ന, തിന്മ നിന്നിലേക്ക് അടുക്കുവാതിരിക്കുവാനുള്ള, ആ തിന്മയെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും നല്ല പരിചയാണ് നോമ്പ്. വസ്സദഖതു, എന്നാൽ നീ കൊടുക്കുന്ന നിന്റെ ദാനധർമ്മങ്ങൾ തുത്ഫിഉൽ ഖതീഅത, നിന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള എത്രയോ പാപങ്ങളുണ്ട്, എത്രയോ തിന്മകളുണ്ട്, എത്രയോ വേണ്ടായ്മകളുണ്ട്, അതിനെയെല്ലാം അണച്ചു കളയും, അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യും. എങ്ങനെയാണോ വെള്ളത്തെ കൊണ്ട് തീയിനെ അണച്ചു കളയുന്നത്, തീ എങ്ങനെയാണോ വെള്ളം കൊണ്ട് അണക്കപ്പെടുന്നത്, അതുപോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുള്ള, മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളെ എല്ലാം അല്ലാഹു ആ സ്വതക കൊണ്ട്, ആ ദാനധർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു മായ്ച്ചു കളയുമെന്ന, ഇല്ലായ്മ ചെയ്യുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് ഒരു സ്വഹാബിയോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ റബ്ബിന്റെ കോപത്തെ, നിന്റെ റബ്ബിന്റെ നീ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് നിന്റെ റബ്ബിന് നിന്നോട് കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും, ഈറയുണ്ടാകും. ആ ഈറയെ, ആ ദേശത്തെ, ആ വിദ്വേഷത്തെ മാറ്റണം നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് സദഖത്തു സിർരി, നീ രഹസ്യമായി ചെയ്യുന്ന, ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ നീ ചെയ്യുന്ന രഹസ്യമായ ദാനധർമ്മങ്ങളുണ്ട്. സദഖത്തു സിർരി തുത്ഫിഉ ഗളബ റബ്ബി, നിന്റെ റബ്ബിന്റെ കോപത്തെ, നിന്റെ റബ്ബിന്റെ ദേഷ്യത്തെ അത് ഇല്ലായ്മ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. അസ്മാ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ലാ തൂക്കി, നിനക്ക് ലഭിക്കുന്ന സമ്പത്തിനെ അതിനെ നീ മൂടിക്കെട്ടി വെക്കരുത്. ലാ തൂക്കി, നിന്റെ സമ്പത്തിനെ നീ ആർക്കും കൊടുക്കാതെ അതിനെ നീ മൂടിക്കെട്ടി വെക്കരുത്. ഫയൂക അലൈകി, അങ്ങനെ എങ്ങാനും അല്ലാഹ് നിനക്ക് നൽകിയ ആ സമ്പത്തിനെ ആർക്കും കൊടുക്കാതെ അത് നീ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അതിനെ ആർക്കും ചെലവഴിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ, ഫയൂക അലൈകി,
അല്ല നിന്റെ മേൽ കെട്ടിവെക്കുമെന്നാണ്. നിനക്ക് അല്ല തരാൻ ഉദ്ദേശിച്ചിരുന്ന സമ്പത്ത് ഉണ്ടായിരിക്കും, ബർക്കത്ത് ഉണ്ടായിരിക്കും, നിഅമത്തുകൾ ഉണ്ടായിരിക്കും, അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോന്നോരോന്നായി അല്ല പിടിച്ചു വെക്കുമെന്നാണ്, നിന്നിൽ നിന്ന് തടയപ്പെടുമെന്നാണ്. അതുകൊണ്ട് ദാനധർമ്മത്തിൽ നിന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് പോകരുത് എന്ന് ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ സ്വഹാബി ഒന്ന് ചോദിച്ചു, അയ്യു സ്വദഖത്തിൻ അഫ്ദൽ, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും നല്ല സ്വദഖ, ഏറ്റവും നല്ല ദാനധർമ്മം ഏതാണ് എന്ന് സ്വഹാബി ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അൻത സ്വദഖ, നീ സ്വദഖ ചെയ്യുന്നത്, നീ ദാനധർമ്മം ചെയ്യുന്നത് നിന്റെ ഒരു ദാനധർമ്മം, വ അൻത സ്വഹീഹുൻ, നിനക്ക് ആരോഗ്യമുള്ള, നിനക്ക് കഴിവും പ്രാപ്തിയുമുള്ള, ഹരീസുൻ, നിനക്ക് നിന്റെ സമ്പത്തിനോട് അത്രമേൽ താല്പര്യമുള്ള, ആ സമ്പത്ത് ചെലവഴിക്കാൻ നീ മടി പിടിച്ചിരിക്കുന്ന, താല്പര്യം കാണിക്കാത്ത ആ സമയത്ത് നീ കൊടുക്കുന്ന സ്വതക്കയുണ്ട്. നിനക്ക് ധന്യത വേണം, ഇനി ഒരുപാട് സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന സന്ദർഭം, ആ സമ്പത്തെങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ദാരിദ്ര്യം പിടികൂടുമെന്ന് നീ ഭയപ്പെടുന്ന ആ സന്ദർഭത്തിൽ നീ ഒരു നാണയത്തിന്റെ തുട്ട് നീ കൊടുത്താൽ അതാണ് നീ കൊടുക്കുന്ന സ്വതക്കയിൽ വെച്ച് ഏറ്റവും നല്ല സ്വതക്ക എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വഭാവമാണ് ജീവനുള്ള കാലഘട്ടത്തിൽ, ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഒരണ പൈസ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കുവാൻ മടിയുണ്ടായിരിക്കുമെന്ന. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, നിനക്ക് ആരോഗ്യമുള്ള, നിനക്ക് സമ്പത്തുള്ള, സമ്പത്തിനോട് ആർത്തി തോന്നുന്ന, താല്പര്യം തോന്നുന്ന ആ സമയത്ത് നീ കൊടുക്കുന്ന സ്വതക്ക അതിനേക്കാൾ വലിയ സ്വതക്കയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ദിർഹം അതല്ലെങ്കിൽ ഒരു ദീനാർ, 1,00,000 ദിർഹമിനെ, 1,00,000 ദീനാറിനെ, 1 രൂപ 1,00,000 രൂപയെ മറികടക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ ഒരു ദീനാർ ഇതാ 1,00,000 ദീനാറിനെ മറികടന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അല്ല റസൂലേ, എങ്ങനെയാണ് ഒരു ദീനാർ, എങ്ങനെയാണ് 1,00,000 ദീനാറിനെ മറികടക്കുക? അവ തമ്മിലുള്ള അന്തരം അത്രമാത്രമില്ല റസൂലേ. എങ്ങനെയാണ് ഒരു ദിർഹം അല്ലെങ്കിൽ ഒരു ദീനാർ എങ്ങനെയാണ് 1,00,000 മറികടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പാവപ്പെട്ട ദരിദ്രനായ സമ്പത്തില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഒരു ദിർഹം അതല്ലെങ്കിൽ ഒരു ദീനാർ ലക്ഷപ്രഭുവായ ധനികനായ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ കൊടുക്കുന്ന 1,00,000 എത്രയോ വലുതാണ് പാവപ്പെട്ട മനുഷ്യൻ സമ്പത്തിനോട് താല്പര്യം തോന്നുന്ന, സമ്പത്ത് ചെലവഴിക്കാൻ മടി പിടിച്ചിരിക്കുന്ന ആളുകൾ കൊടുക്കുന്ന ആ 1 രൂപ, ആ 1,00,000 എത്രയോ വലുതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. സമ്പത്തില്ല എന്ന് പറഞ്ഞ്, സമ്പത്തിൽ പിന്നോക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനത്തിൽ നിന്ന്, ധനം ചെലവഴിക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് ധനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത് എന്നുള്ളതാ. സമ്പന്നനായ ആളുകൾ കൊടുക്കുന്ന അതേ രൂപത്തിൽ അതിനേക്കാൾ വലിയ പ്രതിഫലം പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്ന തുച്ഛമായ സമ്പത്തിനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വിശ്വാസികൾ ചെയ്യുന്ന അമലുകൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത രൂപത്തിൽ അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഓരോ മനുഷ്യനും ഒരുപോലെ ഉയരാൻ കഴിയുമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിലായിരിക്കണം വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനും സുന്നത്തും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ എത്ര തന്നെ ചെലവഴിച്ചാലും, എത്ര തന്നെ ദാനധർമ്മം ചെയ്യാനും, എത്ര തന്നെ കൊടുത്താലും, എത്ര തന്നെ പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചാലും അത് അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളതാ. അത് അല്ലാഹു സ്വീകരിക്കാൻ മാത്രം രൂപത്തിൽ നമ്മുടെ ദാനധർമ്മം അതിന് മാത്രം രൂപത്തിൽ പരിശുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നാണ് അല്ലാഹു പരിശുദ്ധ ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു ശുദ്ധനാണ്, അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ല തയ്യിബ, അല്ലാഹു ശുദ്ധിയില്ലാത്ത, ശുദ്ധമല്ലാത്ത ഒന്നിനെയും അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് ദാനധർമ്മങ്ങളെ മാത്രമല്ല, ആരാധനകളായിക്കൊള്ളട്ടെ, നമ്മുടെ മറ്റേത് പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധമായ രീതിയിലല്ലാതെ അത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതായത് ദാനധർമ്മങ്ങളുടെ മേഖലയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഓരോ ദാനധർമ്മങ്ങളും, നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നാണയത്തിന്റെ തൊട്ടുകളും അത് ഹലാലായ മാർഗത്തിലൂടെ ഉള്ളതായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയതാ. പലിശയിലൂടെ, ചൂതാട്ടങ്ങളിലൂടെ, മോഷണങ്ങളിലൂടെ, വഞ്ചനകളിലൂടെ എത്ര തന്നെ സമ്പാദിച്ചാലും, ആ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും ആ സമ്പത്തിന് ഒരു വില പോലും അല്ലാഹു നൽകുകയില്ല എന്നുള്ളതാ. അതായത് അല്ലാഹു ശുദ്ധിയില്ലാത്തതിനെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നാലും നല്ലതല്ലാത്ത സമ്പത്തിനെ സ്വീകരിക്കരുത്. നല്ലതല്ലാത്ത മാർഗത്തിലുള്ള ഒരു സമ്പത്ത് പോലും
പോലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ല, ഒരു മനുഷ്യൻ അള്ളാഹു നിഷ്കർഷിച്ച പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ എത്ര വേണമെങ്കിലും ഓരോ മുസ്ലിമിനും ഓരോ വിശ്വാസിക്കും സമ്പാദിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇനി അങ്ങനെ തന്നെ സമ്പാദിച്ച സമ്പാദ്യമാണ് എങ്കിൽ പോലും അതിൽ പോലും മ്ലേച്ഛതയുണ്ട് എന്നുള്ളതാണ്. ആ സമ്പത്തിന് പോലും അഴുക്കുണ്ട്, ആ സമ്പത്തിന് പോലും ആ വിശ്വാസിക്ക് അനുവദനീയമല്ലാത്ത, ആ മനുഷ്യന് അനുവദനീയമല്ലാത്ത, അവൻ ഉപയോഗിച്ചുകൂടാത്ത ഒരു അംശം അവന്റെ സമ്പത്തിനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ മ്ലേച്ഛതയെ, ആ വൃത്തികേടിനെ, ആ അഴുക്കിനെ അവന്റെ സമ്പത്തിൽ നിന്ന് മാറ്റണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ തൗബയുടെ ഒരു വചനത്തിലൂടെ അല്ലാഹു റസൂലിനോട് പറയുന്ന കൽപ്പനയുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സദഖ. നിന്റെ കൂടെയുള്ള വിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള ആ ആളുകളുടെ, ആ വിശ്വാസികളുടെ സമ്പത്തിൽ നിന്ന് ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്ന് സദഖ സ്വീകരിക്കണമെന്നല്ല അല്ലാഹു പറഞ്ഞത്. മറിച്ച് അവരുടെ സമ്പത്തിൽ നിന്ന് ചില സമ്പത്തിനെ, കുറച്ചൊരംശത്തെ അതിനെ പിടിച്ചെടുക്കണമെന്ന, നിർബന്ധമായിട്ടും അവരുടെ കൈകളിൽ നിന്ന് അത് വാങ്ങിച്ചിരിക്കണം. അത് വാങ്ങുക മാത്രമല്ല പറഞ്ഞത്, തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അത് വാങ്ങുന്നതിലൂടെ, അത് അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിലൂടെ അവർ ശുദ്ധീകരിക്കപ്പെടും, അവർ സംസ്കരിക്കപ്പെടും, അവരുടെ സമ്പത്ത് മുഴുവൻ ശുദ്ധമാക്കപ്പെടുമെന്ന ആ സദഖയെയാണ്, ആ നിർബന്ധിത ദാനധർമ്മത്തെയാണ് നമ്മൾ സക്കാത്ത് എന്ന് വിളിക്കുന്നത്. ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചും ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും ആ സക്കാത്ത് കൃത്യമായി കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അത് വാങ്ങുക എന്ന് മാത്രമല്ല റസൂലിനോട് പറഞ്ഞത്, ആ വാങ്ങുന്നതിലൂടെ അവർ സംസ്കരിക്കപ്പെടും, അവര് ശുദ്ധമാക്കപ്പെടും. എന്നിട്ട് അന്ന് മറ്റൊരു കാര്യം കൂടി റസൂലിനോട് പറഞ്ഞു, വസല്ലി അലൈഹിം. നീ അവരിൽ നിന്ന് ആ സമ്പത്ത് പിടിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ, അവർ നിനക്ക് ആ സമ്പത്ത് തരുന്നുണ്ട് എങ്കിൽ, വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചിരിക്കണം. സകാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് വസല്ലി അലൈഹിം എന്ന അല്ലാഹുവിന്റെ ആ കൽപ്പന, റസൂലിനോടുള്ള കൽപ്പന. വസല്ലി അലൈഹിം, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന ആ മനുഷ്യർക്ക്, ആ വിശ്വാസികൾക്ക് ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ആ സകാത്തിന്റെ വിഷയത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ അശ്രദ്ധരായി പോകരുത്, പിന്നോട്ട് പോകരുത്. ഇന്ന സ്വലാത്തക സകനുൻ ലഹും, തീർച്ചയായും നിന്റെ പ്രാർത്ഥന മറ്റുള്ളവരുടെ പ്രാർത്ഥനയെ പോലെയല്ല, മറ്റുള്ളവരുടെ ആരാധനയെ പോലെയല്ല. ഇന്ന സ്വലാത്തക സകനുൻ സകനുൻ ലഹും, തീർച്ചയായും നിന്റെ പ്രാർത്ഥന അത് അവർക്ക് ജീവിതത്തിൽ സമാധാനം നൽകും, സംതൃപ്തി നൽകും, ശാന്തി നൽകുമെന്നാണ്. അതായത് സകാത്ത് നൽകുന്ന ആളുകൾക്ക് ആ രൂപത്തിൽ അത്രമേൽ വലിയ നേട്ടങ്ങൾ ഉണ്ട് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് നിർബന്ധ ദാനധർമ്മമാണ്. നമ്മളുടെ ഇഷ്ടാനുസരണം കൊടുക്കാമെന്നുള്ളതല്ല, മറിച്ച് സമ്പത്തിന് അതിന്റെ പരിധി എത്തിയാൽ, അതിന്റെ കാലം തികഞ്ഞാൽ നിർബന്ധമായിട്ടും ഓരോ മുസ്ലിമും നിർബന്ധമായി കൊടുക്കേണ്ട ദാനധർമ്മത്തെ കുറിച്ചാണ് അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഈ സക്കാത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ 29 തവണ പരിശുദ്ധ ഖുർആനിൽ സക്കാത്തിനെ കുറിച്ചുള്ള പരാമർശം വന്നിട്ടുണ്ട്. സക്കാത്ത് എന്ന വാക്ക് അതുപോലെ പ്രയോഗിച്ചത് 29 തവണയാണ്. അതിൽ 2 തവണ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 27 തവണ ഈ വാക്കിനെ പ്രയോഗിച്ചത് നമസ്കാരത്തിന്റെ കൂടെയാണ്. ആ നമസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ, എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടോ, അതേ പ്രാധാന്യവും അതേ ശ്രേഷ്ഠതയും സമ്പത്ത് കൊണ്ടുള്ള മുസ്ലിമീങ്ങളുടെ ഈ ആരാധനയ്ക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലും ഖുർആനും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ, ആ ആരാധനയിൽ നിന്ന്, സമ്പത്ത് കൊണ്ടുള്ള ആ സകാത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളോട് ഖുർആൻ പറഞ്ഞത്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വർണ്ണത്തെയും വെള്ളിയെയും ചെലവഴിക്കാതെ കെട്ടിപ്പിടിച്ചു വെക്കുന്ന ആളുകളുണ്ട്. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ നീ സന്തോഷവാർത്ത അറിയിക്കുക എന്ന് ഖുർആനിലൂടെ അല്ലാഹു നൽകുന്ന ഉപദേശമാണ്. അതുകൊണ്ട് നമസ്കാരത്തെ പോലെ നമ്മൾ പ്രാധാന്യം നൽകേണ്ട, സൂക്ഷ്മത പുലർത്തേണ്ട ആരാധന കർമ്മമാണ് സക്കാത്ത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് കൂട്ടരെ, നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ, ആ ദാനധർമ്മങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് പൂർത്തീകരിച്ചിട്ടല്ലേ
സകാത്തിന് ശേഷം മാത്രമാണ് സ്വതക്കക്ക് എന്തെങ്കിലും പ്രാധാന്യമുള്ളത്. ഒരു മനുഷ്യൻ നമസ്കാരങ്ങളൊന്നുമില്ല, ഒരു ഫർദ് നമസ്കാരം നമസ്കരിക്കാതെ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് റവാത്തിബ് നമസ്കരിച്ചിട്ട് എന്ത് ശ്രേഷ്ഠതയാണ്, എന്ത് പുണ്യമാണ് ആ മനുഷ്യൻ ലഭിക്കുക. അതുപോലെയാണ് സകാത്തും. സകാത്ത് ഇല്ലാതെ നമ്മൾ എത്ര ദാനധർമ്മം ചെയ്താലും, സകാത്ത് ഉണ്ടായിട്ട് അത് കൊടുക്കാതെ എത്ര തന്നെ നമ്മൾ കൊടുത്താലും അതിനുള്ള ഒരു വിലയും നൽകുകയില്ല. മറിച്ച് സകാത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റു സ്വതക്കകൾ ഉള്ളത്. ആദ്യം നിർബന്ധമാക്കപ്പെട്ട ദാനധർമ്മം, നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങളിൽ ആദ്യം നിർവഹിക്കുക. അതിനുശേഷം മാത്രമാണ് സുന്നത്തിന് പ്രാധാന്യമുള്ളത്. അതിന് താഴെയാണ് സുന്നത്തിന്റെ സ്ഥാനമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സുന്നത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ഫർളില്ലാതെ, നിർബന്ധമാക്കപ്പെട്ടതില്ലാതെ ആ സുന്നത്തിനെ അല്ലാഹ് പരിഗണിക്കുകയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഫർദിനെ, ആ ആരാധനയെ തിരിച്ചു കൊണ്ടുവരിക. അതിൽ സൂക്ഷ്മതയോടുകൂടി ആ ആരാധനയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാം ദാനധർമ്മത്തിന് നൽകിയ പ്രാധാന്യത്തെ കുറിച്ച്. പക്ഷെ ആ രൂപത്തിലുള്ള ദാനധർമ്മം സ്വീകരിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ സമ്പന്നരായ സമ്പത്തിന്റെ അളവ് സകാത്തിന്റെ അളവിലെത്തിയിട്ടുണ്ട് എങ്കിൽ അത് നൽകാതെ, അത് കണക്കാക്കാതെ നൽകുന്ന ദാനധർമ്മത്തെ അല്ലാഹ് പരിഗണിക്കുകയില്ല എന്നുള്ളത്. ആ സകാത്തിന്റെ അവകാശികളായിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. ആ സകാത്തിന്റെ അവകാശികൾ പാവപ്പെട്ടവരും ദരിദ്രരുമായിട്ടുള്ള ആളുകൾ. വൽ ആലിമീന അലൈഹ, ആ സകാത്തുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അതിന്റെ അവകാശികൾ. വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഇസ്ലാമുമായിട്ട് ഹൃദയം ഇണക്കപ്പെട്ട, താനെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും, സാമ്പത്തികമായി പ്രയാസപ്പെടും, ആ രൂപത്തിൽ ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ സകാത്ത് നൽകാമെന്നുള്ളതാണ്. ഒഫിൽ നിഖാബി, അടിമമോചനത്തിന് സകാത്ത് കൊടുക്കാം. വൽ ഗാരിമി, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവർ സകാത്തിന്റെ അവകാശികളാണ്. ഒഫി സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഓരോ ആവശ്യങ്ങൾക്കും അതിന് ഉപയോഗപ്പെടുത്താം. വബിനി സബീൽ, വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക്, സമ്പന്നനായിരുന്നാൽ പോലും ഒരു യാത്രയിൽ ആ മനുഷ്യൻ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ ആ സകാത്തിന്റെ ഓഹരിയിൽ നിന്ന് ആ മനുഷ്യൻ, ഏത് നാട്ടിലാണ് ആ മനുഷ്യനുള്ളത്, ആ നാട്ടിലെ സമ്പത്തിലെ ഒരു ഓഹരി ആ മനുഷ്യൻ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് സമ്പത്തിന്റെ ഈ സകാത്തിന്റെ അവകാശികൾ, ഈ അവകാശികൾക്ക് മാത്രമാണ് ഈ സകാത്ത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സകാത്തിനെ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് നമസ്കാരത്തിന് എങ്ങനെയാണോ, നമസ്കാരത്തിന്റെ കൂടെയാണ് സകാത്തിനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് നമസ്കാരം എങ്ങനെയാണോ അതേ രൂപത്തിലായിരിക്കണം സകാത്ത് കൊടുക്കേണ്ടത്. നമസ്കാരത്തെ കുറിച്ച് റസൂൽ പറഞ്ഞത് സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത്. അതേ രൂപത്തിൽ തന്നെയാണ് സകാത്തും ചെലവഴിക്കപ്പെടേണ്ടത്. അള്ളാന്റെ റസൂൽ എങ്ങനെയാണോ സകാത്ത് ചെലവഴിച്ചത്, എങ്ങനെയാണോ സകാത്ത് സ്വീകരിച്ചത്, അതേ രൂപത്തിലായിരിക്കണം ആ സകാത്ത് സ്വീകരിക്കേണ്ടതും ചെലവഴിക്കേണ്ടതുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കാണാറുള്ള ഒരു സമ്പ്രദായമാണ് സകാത്ത്, സ്വന്തം സമ്പത്തിലെ സകാത്ത് കണക്കാക്കും, സ്വന്തം ഇഷ്ടാനുസരണം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. അവൻ എത്ര പാവപ്പെട്ട മനുഷ്യനായാലും എത്ര ദരിദ്രനായാലും സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കാൻ മനസ്സിലാക്കുക. അത് നമ്മുടെ സമ്പത്തല്ല. നമ്മുടെ സമ്പത്തിലുള്ള, നമ്മുടെ കൈകളിലുള്ള ആ സകാത്ത് അത് നമ്മുടെ ഇഷ്ടാനുസരണം ചെലവഴിക്കാനുള്ളതല്ല. മറിച്ച് അത് ഉമ്മത്തിന്റെ സമ്പത്താണ്, അത് ഉമ്മത്തിന്റെ ധനമാണ്. മറിച്ച് അത് ആ സമൂഹത്തിലുള്ള ആ മഹല്ലുമായി ബന്ധപ്പെട്ട പള്ളികളുമായി കേന്ദ്രീകരിച്ച് സകാത്ത് സെല്ലുകൾ ഉണ്ടാകും. ആ സകാത്ത് സെല്ലുകളിൽ സ്വരൂപിച്ചുകൊണ്ട് ആ സകാത്ത് സെല്ല് സ്വീകരിക്കും. ആർക്ക് കൊടുക്കണം, ആരാണ് അതിന്റെ അവകാശി. ഇനി അവകാശികളായിരുന്നാൽ പോലും, അവകാശികളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും സ്വന്തം സകാത്തിന്റെ ഓഹരി എടുത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ കർശനമായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ നമസ്കാരത്തെ പോലെ തന്നെ സകാത്തിനും പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. അതേ ഗൗരവത്തിൽ സകാത്തിനെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മൾ അതിനെ സമീപിക്കുക, നമ്മുടെ ഇഷ്ടാനുസരണം കൊടുക്കുവാൻ, അത് നമ്മുടെ സമ്പത്തല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. പല പണ്ഡിതന്മാരും
അത്രയും ശക്തമായ നിലപാടെടുത്ത പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ കൊടുക്കുന്ന സക്കാത്ത് ഒരു പക്ഷേ സ്വീകരിക്കപ്പെടുക പോലുമില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഇതിൽ ഉദ്ധരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇത് നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ്, നിർബന്ധമായ ആരാധനയാണ്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ശക്തമായ ശിക്ഷ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുണ്ടാകും. അതുകൊണ്ട് അവിടെ സംശയത്തിനുള്ള ഇടകൾ നമ്മൾ വെക്കരുത്. നമ്മുടെ സമ്പത്തിലുള്ള സക്കാത്ത് അത് ആ സക്കാത്ത് സെല്ലുകളെ തന്നെ ഏൽപ്പിക്കുക. നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ചെലവഴിക്കൽ അത് നിർത്തിവെക്കുക. അതെങ്ങാനും അള്ളാഹു സ്വീകരിക്കപ്പെടാത്ത രൂപത്തിലാണ് എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് എന്ത് ഉത്തരമാണ് നൽകാൻ കഴിയുക. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന പ്രവണതയുണ്ട്. ആ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അനാവശ്യമായി കൊണ്ട് പണ്ഡിതന്മാർ ഫത്വ ചോദിക്കുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊറിപ്പോകാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളോട് ഫത്വ ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ലോകത്ത് നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ഫത്വ ചെയ്തു തരുന്ന പണ്ഡിതന്മാരുണ്ട്. നമുക്ക് എന്താണോ ആവശ്യം ആ രൂപത്തിൽ ഫത്വ കിട്ടുന്ന രൂപത്തിൽ ആള് നമുക്ക് ഫത്വ തരും. അതുകൊണ്ട് കൂട്ടരെ, ഫർളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനാവശ്യമായ ചോദ്യങ്ങൾ വേണ്ട, അനാവശ്യമായ സംസാരങ്ങൾ വേണ്ട, അനാവശ്യമായ സംശയങ്ങൾ വേണ്ട. പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഫർളുമായി ബന്ധപ്പെട്ട ആരാധനകളിൽ വലിയ കെട്ടിക്കുടുക്കുകളില്ലാതെ, വലിയ നിയമങ്ങളില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും സിമ്പിളായ സുതാര്യമായ മാർഗത്തിൽ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ആ രൂപത്തിൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരുപാട് ആളുകൾ അനാവശ്യമായ ഫത്വകൾ നൽകി. ആ രൂപത്തിൽ സ്ത്രീകളെ കണ്ടുവന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് വേണ്ട എന്നുള്ളത്. അതിനൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് യമനിൽ നിന്നുള്ള 2 സ്ത്രീകൾ വന്നു. യമനിൽപ്പെട്ട 2 സ്ത്രീകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ആ 2 സ്ത്രീകളുടെ കൈകളിലും സ്വർണത്തിന്റെ 2 വളകളുണ്ട്. ഫഖാല ലഹുമാ റസൂലുള്ളാഹ്, ആ 2 ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹു ബി അസ്വറത്തിൻ മിന്നാർ, നിങ്ങൾ 2 ആളുടെയും കൈകളിൽ നരകത്തിൽ നിന്നുള്ള ചൂട് കൊണ്ടുള്ള, തീ കൊണ്ടുള്ള 2 കനലുകൾ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാ. ഖാലല, അവർ പറഞ്ഞു ഇല്ല റസൂലേ. ഫഖാല ഫഅത്തിയാ ഹഖഹാദാ, എങ്കിൽ അതിന്റെ ഹക്ക് നിങ്ങൾ പൂർത്തീകരിക്കണം. ആ സ്ത്രീകളുടെ കൈകളിലുള്ള വളയെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞത്, അതായത് അണിഞ്ഞിരിക്കുന്ന ആഭരണത്തിനും സക്കാത്തുണ്ട് എന്നുള്ളതാ. ചില ആൾ കാലം തികയാൻ പോകുന്ന സമയത്ത് വായ്പ കൊടുക്കും. നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? മുസ്ലിം സമൂഹം ആരെയാണ് കബളിക്കുന്നത്? മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അതിനെ എല്ലാം തിരിച്ചറിയുന്ന അള്ളാനെയാണോ? ഒരു വായ്പ കൊണ്ട് ആ സക്കാത്ത് വീടുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇല്ല കൂട്ടരെ, നമ്മുടെ സമ്പത്ത് എത്രയുണ്ടോ, ആഭരണം എത്രയുണ്ടോ, അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാന്റെ കോടതി നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയവുമില്ല. ആ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ആ സക്കാത്തിന്റെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ കൈകളിലുള്ള ഓരോ നാണയത്തിട്ടും ഹറാമിൻ്റെതാണ്. ആ സക്കാത്തിൻ്റെത് മാത്രമല്ല, നമ്മുടെ സമ്പത്ത് മുഴുവൻ അശുദ്ധ. നമ്മുടെ സമ്പത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നാണയവും അത് ഹറാമിൻ്റെതാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ സക്കാത്തിനെ കുറിച്ച് നമ്മൾ ബോധ്യവാന്മാരാവുക, ബോധ്യപ്പെടുക. ആ സക്കാത്ത് ഓരോ കാലഘട്ടത്തിലും അതിന്റെ കാലം കണക്കാക്കിയിട്ട് നമ്മുടെ സമൂഹത്തിന്റെ സമ്പ്രദായം കൊണ്ട് റമദാനിൽ മാത്രമായിട്ട് സക്കാത്തിൽ ഒതുക്കിക്കൂടുന്ന അവസ്ഥ, അത് ശരിയല്ല എന്നാണ് ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറയാറുള്ളത്. അതായത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ സക്കാത്ത് സെല്ലുകൾ സജീവമാക്കിയിട്ട് എന്നാണോ നമ്മുടെ സമ്പത്ത് അധികരിക്കാൻ തുടങ്ങിയത്, എന്ന് മുതലാണോ നമ്മുടെ ഈ സമ്പത്ത് എത്താൻ തുടങ്ങിയത്, ആ കാലഘട്ടം കണക്കാക്കുക. ആ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ സമ്പത്ത് ചെലവഴിക്കുക. അതല്ല എങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ, സക്കാത്ത് കൊടുക്കാനുള്ളവനായിക്കൊണ്ട് മരണപ്പെട്ടു പോയാൽ ആ ബാധ്യത നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ ഗൗരവത്തോടു കൂടി നമ്മൾ സമീപിക്കുക. നമ്മുടെ സക്കാത്ത് സെല്ലുകൾ സജീവമായിട്ട് പ്രവർത്തിക്കുക. അതിനു വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുക, നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുക. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയി